വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് റവ കൊണ്ടൊരു അടയാണ് കേട്ടോ. ഇന്ന് നമുക്ക് അട ചൂടാം. രാത്രിയിലേക്ക് നമുക്ക് അടയാണ്. അടയ്ക്ക് വേണ്ടുന്നത് റവയാണ്. നമ്മൾ റവ കൊണ്ടാണ് അട ചൂടുന്നത്. അതിന് വേണ്ടുന്നത് റവ നമ്മൾ നേരത്തെ ഒന്ന് ഇച്ചിരി വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ചൊന്ന് സെറ്റാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. പിന്നെ നമ്മുടെ അച്ചാമ്മയാണ് ഇന്നത്തെ അട ഉണ്ടാക്കി തരുന്നത്. റവ കൊണ്ടുള്ള അടയാണ്. റവ ഒന്ന് മിക്സ് ആവാനായിട്ട് ഒരു 10 മിനിറ്റ് മുമ്പേ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു അരമുറി തേങ്ങയും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ പാൻ ചൂടാവാനായിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്, പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അട ചൂടാനായിട്ട് ആരംഭിക്കാം. റവ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് പാനിലേക്ക് പരത്തി കൊടുക്കാം. കൈ കൊണ്ടാണ് നമ്മൾ പരത്തി ചെയ്യുന്നത്. ഇനി അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്തത് വെച്ച് കൊടുക്കാം. അത് താമസമില്ലാതെ തന്നെ അത് പെട്ടെന്ന് തന്നെ അത് മടക്കണം. നന്നായിട്ട് പ്രസ് അമർത്തി കൊടുക്കണം. പിന്നെ നേരത്തെ ഒരെണ്ണം കൂടി നമ്മളൊന്ന് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് അതിലേക്ക് വെക്കാം. പെട്ടെന്നാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കത് തിരിച്ചു വെച്ച് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം, എങ്കിലേ അത് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുത്തുള്ളൂ. തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദേവൂട്ടിനിവിടെ പതുപോലെ കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്പാടി പതുപോലെ ഇവിടെ കാർട്ടൂണിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവന് കാർട്ടൂൺ ഇല്ലാതെ വേറൊന്നുമില്ല. നമ്മുടെ ദേവൂട്ടൻ്റെ കളിപ്പാട്ടങ്ങളാണ് ഇതാണ്ട് ഈ കാണുന്നത്, കണ്ടോ. അവന് തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട. മുത്തശ്ശിയുടെ അടിക്ക് പോയിട്ടുണ്ട് ആള് കേട്ടോ. ഇത് ഞാൻ അവൻ കാണാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ രണ്ടും കൂടി പോയി എടുത്തിട്ട് വന്നതാ കളിക്കാനായിട്ട്. എന്താണ്ട് ദേവിട്ട ഒരു പ്ലെയിങ് കിസ് തന്നെ, ഒരു പ്ലെയിങ് കിസ് തന്നെ. ഇങ്ങോട്ട് നോക്കിയൊരു ഹായ് പറ, ടാറ്റ പറഞ്ഞേ. ടാറ്റായും ഒരു പ്ലെയിങ് കിസ് ഒക്കെ കൊടുത്തേ. എന്നോട് കാട്ടി നോക്കേ. ഇങ്ങോട്ട് താണ്ട് ഇവിടെ അമ്മയ്ക്കിതാ. നമുക്കിനി ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിപ്പോൾ സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് പറയണേ, കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കണേ. ഇനി നമുക്ക് അടുത്തത് ചൂടാം. ഇച്ചിരി വെള്ളം അങ്ങോട്ട് ചേർത്തപ്പോഴത്തേക്ക് അതൊന്ന് കയ്യിലൊട്ടിപ്പെടാതെ നിൽക്കും. ഇനി അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തത് വെച്ച് നമുക്കിനി ഇതുപോലെ എല്ലാം ഒന്ന് ഒരു 2-3 കൂടി ഇനിയുണ്ട്. അതുകൂടി ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ദേവൂട്ടിൻ്റെ അടുത്തേക്ക് പോകാം. നമ്മളിനി അടുത്തത് പരത്തുവാണ് കേട്ടോ. വെള്ളം തളിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലത് പിടിക്കും. ഇനി തേങ്ങയും പഞ്ചസാരയും കൂടി വയ്ക്കാം. ഇനി അത് മടക്കാം. മറ്റേ വെച്ചതും കൂടി എടുത്ത് ഒന്നിച്ച് ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരണമായിരുന്നു. ഇത് നാളെ രാവിലെ അടച്ച് വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്കിനി അത് തിരിച്ചു വെക്കാം. തീ നന്നായിട്ട് സിമ്മിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ആകെ ഇവിടെ 2 എണ്ണ ചുട്ടെടുത്തിട്ടുള്ളൂ. നമുക്ക് തിരിച്ച് മറിച്ച് ഒക്കെ നമ്മൾ നോക്കണം. കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മൂത്താൽ നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ല. കഴിച്ചോ. എങ്ങനുണ്ട്? ചമ്മ തന്നെ ചെയ്തതാ, കൊള്ളാവോ? ആരാണ് അച്ചാമ്മ നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചേ? എൻ്റെ അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ കൊണ്ട് അടയുടിയ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് തിന്ന് നോക്കും. പിന്നെ നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കത്തില്ല, പിന്നെ അടയെ തിന്നു. പിന്നെ അച്ചാമ്മ വീട്ടു ജോലിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇത് തന്നെ ചെയ്ത് കൊടുക്കുന്നത് ഇല്ലേ? ഞാൻ എല്ലാ വീട്ടുകളിലും ജോലിക്കൊക്കെ പോകുന്നു. അപ്പോൾ അവിടെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊക്കെ അത്ഭുതമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നാണ് അവരെന്നോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയും, അന്നേരം അവർ പറയും ഇങ്ങനെ ഉപ്പുമാവ് വേണ്ട, അട മതിയെന്ന്.
ദ്രൗപദി അമ്മയുടെ അട മതി എന്നാണ് പറയുന്നത്. അങ്ങനെ അട ചുട്ട് എല്ലാവർക്കും കൊടുത്തു. അവരെ മക്കൾ പേർഷ്യ പോകുമ്പോൾ പേർഷ്യ വരെ കൊണ്ടുപോയിട്ടുണ്ട് ഈ അട. അവിടെ ഉള്ളവർ ചോദിച്ചിട്ടുണ്ട് ഇത് എന്തുവാന്ന്.